ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഏത് വഴിയാണോ ചൂസ് ചെയ്തേക്കുന്ന ആ വഴിയിൽ കൂടെ നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വഴിയിൽ നിങ്ങളെ തടസ്സപ്പെടുത്താൻ വേണ്ടി ഒത്തിരി ശത്രുക്കൾ ശ്രമിച്ചാലും നിങ്ങൾ ആ വഴി തന്നെ പോകും. കാരണം നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എത്ര തന്നെ തടസ്സങ്ങൾ വന്നാലും അതിനെല്ലാം തരണം ചെയ്യാനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ഈശ്വരൻ്റെ ഭാഗത്ത് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് കാര്യമാണോ കുറേ നാളായിട്ട് നടക്കാതിരുന്ന ആ കാര്യം പോലും വരാൻ പോകുന്ന സമയം പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ആ ഒരു കണ്ണ് കൂടുതലായിട്ടും വൈറ്റ് കളറിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വൈറ്റ് കളർ വസ്ത്രം ധരിക്കാൻ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. വൈറ്റ് കളറിലോട്ട് ഭയങ്കരമായിട്ടൊരു ആകർഷണം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വൈറ്റ് കളറായിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റൊട്ടീൻ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കും. ഇനി നിങ്ങളുടെ ആ ഒരു ഉറക്കം പെട്ടെന്ന് നിങ്ങൾ ഉണരുന്നതായിട്ട് കാണാൻ സാധിക്കും. വളരെ താമസിച്ചാണ് നിങ്ങൾ ഉണരുന്നത് എങ്കിൽ ഇനി പെട്ടെന്ന് നിങ്ങൾ ഉണരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു രാവിലെ തന്നെ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ചെയ്യുക, സൂര്യഭഗവാന് ജലം അർപ്പിക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. ഇല്ല എങ്കിൽ ഒരു ചപ്പാത്തിയിൽ കുറച്ച് ശർക്കര ഇട്ടിട്ട് ആ ചപ്പാത്തി മടക്കി വെച്ച് നമ്മൾ പശുവിന് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കൂടുതലായിട്ട് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ. ഒന്നുകിൽ സൂര്യഭഗവാന് ജലം അർപ്പിക്കുക, ഇല്ലെങ്കിൽ പശുവിന് നിങ്ങളെ കൈകൊണ്ട് ചപ്പാത്തി കൊടുക്കുക. ഈ ഒരു സമയം നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു കാര്യം ബിൽഡ് ആവേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്. ഞാൻ ചില സമയം നിങ്ങളോട് പറയത്തില്ല, റീഡിങ്ങിൽ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ അഫർമേഷൻസ് പറയൂ, നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവുന്നതാണ് എന്ന്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, കോൺഫിഡൻസ് ലെവൽ കൂട്ടിയാൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങൾ കൂടുതലായിട്ടും സെൽഫ് ലവ് കൂടുതലായിട്ട് ശ്രദ്ധിക്കും. നിങ്ങളുടെ ആ ഒരു തയ്യാറെടുക്കുന്ന രീതിയിൽ മാറ്റമുണ്ടാകും. നിങ്ങൾ സ്വയം നിങ്ങളെ റെഡിയാക്കും. സ്വയം നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിങ് സെൻസ് തന്നെ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മിററിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ ആത്മവിശ്വാസം കൂടുന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ചില കാര്യങ്ങൾ ഇൻഡയറക്റ്റ് വേയിൽ ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. അതായത് നിങ്ങൾ സ്വയം ചെയ്യുന്നതായിരിക്കത്തില്ല, ആരോ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിട്ട്. കാരണം അതിൻ്റെ ആ ഒരു റിസൾട്ട് പിന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ ദൈവത്തിനറിയാം നിങ്ങളിപ്പോൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ പിന്നെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റായി നിങ്ങളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഇനി നിങ്ങൾക്ക് ഓടിപ്പോകുന്ന ആ ഒരു കുതിര അത് കാണാൻ സാധിക്കും. ഇത് നല്ലതാണ്. നിങ്ങളുടെ ലൈഫിൽ ശുഭത വരാൻ പോകുന്നു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ചിലപ്പോൾ 7 ഹോഴ്സിൻ്റെ ആ ഒരു എനർജി, സൂര്യഭഗവാന്റെ ആ ഒരു 7 ഹോഴ്സിൻ്റെ എനർജി ആയിരിക്കും കാണുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കുതിര, നിൽക്കുന്ന കുതിര ആയിരിക്കത്തില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന കുതിര. ഇതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കിനി സ്റ്റക്കായിട്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഇങ്ങനെ ഐസൊലേഷനിലിരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവേണ്ട സമയമാണ് ഇത് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് തന്നെ തോന്നും, എൻ്റെ സമയം ഇങ്ങനെയാണിപ്പോൾ, ഒരു സൂര്യോദയം എൻ്റെ ലൈഫിൽ സംഭവിച്ചതുപോലെ എനിക്ക് തോന്നുന്നു എന്ന്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില സമയം കൊണ്ട് ചില കാര്യങ്ങൾ മാറുന്നത് നിങ്ങളിലൂടെ, നിങ്ങളുടെ ആ ഒരു ആധാരത്തിലൂടെ നിങ്ങളുടെ പല കാര്യങ്ങളും മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങളിൽ നല്ല ഒരു റൊട്ടീൻ, നല്ല ഒരു ബാലൻസ് കാണാൻ സാധിക്കും. ഇനി നിങ്ങളെക്കാട്ടി മുതിർന്ന ആൾക്കാരുടെ കൂടെ നല്ല രീതിയിൽ ഒരു ബാലൻസിൽ കാര്യങ്ങൾ പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ബന്ധം നല്ലതായിട്ട് പോകുന്നതായിട്ട്, അതായത് സൗമ്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ അവരോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എയർഫോൾ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ വയറ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ദൂരെ മാറിപ്പോവുക, ഇതെല്ലാം കാണാൻ സാധിക്കുന്നു. വയറ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും മരുന്ന് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ആ മരുന്ന് നിങ്ങളുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുന്നതായിട്ട്, ആ പ്രശ്നം മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കോൺഫിഡൻസ് വളരെ നല്ലതാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ ഒരു സംഭവം മറ്റൊരു സംഭവമായിട്ട് കണക്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാകും എന്നും കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഇവിടെ നിങ്ങളുടെ ആത്മവിശ്വാസം കുറച്ചൊന്നുമല്ല കൂടിയിട്ടുള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് മുന്നേ ഉള്ള ആ ഒരു നിങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഇങ്ങനെ വന്നതല്ല. നേരത്തെ തന്നെ യൂണിവേഴ്സ് തയ്യാറെടുപ്പ് നടത്തി നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതാണ്. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് തരണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു മാറ്റം ദൈവം കൊണ്ടുവന്നത്. ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് അവസരം വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യും. ഭാഗ്യത്തിനെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന അവസരം അക്സെപ്റ്റ് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓരോ കാൽവയ്പിലും ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചെറിയ രീതിയിൽ എന്തെങ്കിലും കാര്യം നിങ്ങൾ ചിന്തിക്കും, പക്ഷേ പെട്ടെന്ന് ആ ഒരു കാര്യം നടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇന്ന് നിങ്ങൾ എന്തെങ്കിലും കാര്യം ചിന്തിച്ചു, 2-3 ദിവസത്തിനുള്ള ആ കാര്യം നടക്കുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ദൈവമേ എൻ്റെ ഭാഗ്യം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്നപ്പോൾ നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ ഭാഗ്യം ഈ രീതിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതായത് നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് എത്രത്തോളം നിങ്ങൾക്ക് വേണമോ ആ സമയമായിരിക്കും ഭാഗ്യത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഭാഗ്യം നിങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തോ നല്ലത് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം വളരെ കുറച്ച് കൊടുത്താൽ മതി, പക്ഷേ നിങ്ങളുടെ ലക്കിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എത്ര ബിസിയായിട്ടിരുന്നിട്ടും നിങ്ങൾക്ക് ഒരു വഴി ലഭിച്ചില്ല ഈശ്വരൻ്റെ ഭാഗത്തുനിന്ന്. കൂടുതലായിട്ടും നിങ്ങൾ എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നത് ആ പ്രശ്നത്തിൽ കൂടുതൽ അകപ്പെടുകയാണ് ചെയ്തത്. പക്ഷേ ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരു റിലാക്സേഷൻ, ഒരു ശാന്തത നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി അങ്ങോട്ട്. അതായത് ഒരു ടെൻഷനും അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്നതായിട്ട്, ഇനി എല്ലാം നേരെയായിട്ടാണ് ഇരിക്കുന്നത്, ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. എന്ത് വലിയ പ്രോബ്ലമാണോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ ഒരു ടെൻഷനെല്ലാം അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫ് വളരെ നല്ല രീതിയിൽ ഒരു പുതിയ സ്റ്റാർട്ടിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഫിനാൻഷ്യൽ രീതിയിലും നല്ല ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ശാന്തിയും സമാധാനവും ആഗ്രഹിച്ചു, ആ ഒരു ശാന്തിയും സമാധാനവും ദൈവം നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ യെല്ലോ കളർ ഫ്ലവർ നിങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീനസ് ഗ്രഹം നല്ലതാവുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി നിങ്ങളുടെ വീനസ് ഗ്രഹത്തിന് വളരെ മോശം അവസ്ഥയാണെങ്കിൽ യെല്ലോ കളർ വസ്ത്രം നിങ്ങൾ കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക. ഇവിടെ നിങ്ങളുടെ വീനസ് ഗ്രഹം നല്ലതാണെങ്കിൽ അതിൻ്റെ ഏറ്റവും നല്ലതായിട്ട് കാണാൻ സാധ്യത നിങ്ങളുടെ മുഖത്തായിരിക്കും. മുഖത്ത് നല്ലൊരു ഗ്ലോ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ വീനസ് ഗ്രഹത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന്. അതായത് ഉറക്കമില്ലായ്മ കൊണ്ട് നിങ്ങളുടെ മുഖത്ത് ഡാർക്ക് സർക്കിൾ ഉണ്ടാവും, അതെല്ലാം മാറി നിങ്ങളുടെ ആ ഒരു മുഖത്തൊരു ഗ്ലോ ഉണ്ടാവും ഇനി അങ്ങോട്ട്. ഇവിടെ നല്ല രീതിയിൽ ഉറക്കം കിട്ടുമ്പോഴും മനസ്സൊന്ന് ശാന്തമാവുമ്പോഴൊക്കെയാണ് ഒരാളുടെ മുഖത്ത് ഒരു ഗ്ലോയും ഇതെല്ലാം വരുന്നത്. അതേപോലെ നിങ്ങളുടെ മുഖത്തും വരും. ഇവിടെ നിങ്ങൾക്ക് തോന്നും എൻ്റെ ജീവിതത്തിൽ ആ ഒരു മധുരത, ആ ഒരു പീസ് ഇതെല്ലാം വന്നു തുടങ്ങിയെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. ഇവിടെ കുറേ നാൾ കഷ്ടപ്പെട്ടില്ലേ നിങ്ങൾ, പക്ഷേ ഇപ്പോഴാണ് നിങ്ങൾക്ക് ആ കഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഒരു പീസ്ഫുള്ളും റിലാക്സേഷൻ ലഭിച്ചത്. അങ്ങനെ നിങ്ങൾക്ക് തോന്നും ഇത്ര നാൾ കഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോഴെങ്കിലും എനിക്ക് ഒരു സമാധാനവും റിലാക്സേഷനും ഫീൽ ആകുന്നുണ്ടല്ലോ ദൈവമേ, അതിനൊത്തിരി നന്ദി എന്ന് ദൈവത്തിനോട് നിങ്ങൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് നടക്കുന്നതാണ്. ഇനി നിങ്ങളുടെ മനസ്സ് വളരെ സ്ഥിരമായിട്ടിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു 100 കാര്യം ആലോചിച്ച് വിഷമിക്കുക അങ്ങനെയൊന്നുമില്ല. ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മാത്രം, ഒന്നിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യും.
ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള തോന്നൽ വരികയാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുക, ദൈവത്തിന് മുമ്പിൽ അത് സമർപ്പിക്കുക. ഈശോ നോക്കിക്കോളും ബാക്കിയെല്ലാം. ഇവിടെ ലൈഫിൽ എപ്പോഴും നിർണായകമായിട്ടുള്ളൊരു മോഡിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സറണ്ടർ ചെയ്യുകയാണ് ചെയ്യാനുള്ളത്. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രശ്നമാകട്ടെ അത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് സറണ്ടർ ചെയ്യുക. അദ്ദേഹം നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിങ്ങൾക്ക് തരുന്നതാണ്. ഇവിടെ ദൈവം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരുന്നതാണ്. നിങ്ങൾക്ക് തോന്നും എന്തോ വലിയ പ്രശ്നമാണ് എന്ന്, പക്ഷെ ദൈവത്തിൻ്റെ മുന്നിൽ അതൊരു ചെറിയ പ്രശ്നമാണ്. ആ ഒരു ചെറിയ പ്രശ്നത്തിനുള്ള പരിഹാരം ദൈവം ഈസി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇനി തൊട്ട് നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായിട്ടും റിലാക്സായിട്ടും ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എത്രത്തോളം കണ്ണുനീർ പൊഴിക്കാമോ അത്രത്തോളം കണ്ണുനീർ പൊഴിച്ചു കഴിഞ്ഞു നിങ്ങൾ. ഇനി നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ കരയിപ്പിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തി സത്യസന്ധനും മനസ്സിൽ പാപങ്ങളില്ലാത്തവരും പുണ്യാത്മാക്കളും ആരുടെയും മോശം ആഗ്രഹിക്കാത്തവരും ആണെങ്കിൽ അവർക്ക് ചെറിയ കാര്യം പോലും സഹിക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് വിഷമം വരും. കാരണം അവർ ആരുടെയും മോശം ആഗ്രഹിക്കുന്നില്ല. ആൾക്കാർക്ക് നല്ലത് വരണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഇങ്ങനെയുള്ളവർ ഒരിക്കലും ചതി അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കത്തില്ല. ആരെങ്കിലും അവരെ ചതിച്ചാൽ അവർക്കത് സഹിക്കാനും സാധിക്കത്തില്ല. ഇവിടെ നിങ്ങൾ ആരോടും കള്ളം പറയുന്നുമില്ല, ആരുടെയും കള്ളം നിങ്ങൾക്ക് സഹിക്കാനും സാധിക്കത്തില്ല. അങ്ങനെയുള്ള പുണ്യാത്മാക്കളാണ് നിങ്ങൾ. ഇവിടെ ലക്ഷ്മി നാരായണൻ്റെ കൃപ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടും നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും വരുന്നതായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള പൈസ നിങ്ങളുടെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഒരു റിലാക്സേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാം. പക്ഷേ നിങ്ങൾ ഒന്നും കൊണ്ട് ആലോചിച്ച് വിഷമിക്കരുത്. ഓരോ വ്യക്തിയുടെയും ഡിവൈൻ ടൈം വ്യത്യസ്തമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ ജീവിതമാകുന്ന ആ ഒരു വണ്ടി വളരെ താമസിച്ചാണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഡിവൈൻ ടൈം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് എത്തുമ്പോൾ നിങ്ങളുടെ ആ ഒരു വണ്ടി വളരെ സ്പീഡായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജമെന്ന് പറയുന്നത് സൂര്യൻ്റെ ആ ഒരു ഊർജ്ജമാണ്. നിങ്ങൾ ഇപ്പോൾ എങ്ങനെയുള്ള അവസ്ഥയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും സെൻട്രലിൽ വരിക തന്നെ ചെയ്യും. എല്ലാവരുടെയും സെൻട്രലിൽ നിങ്ങൾ തന്നെ വരിക തന്നെ ചെയ്യും. അത് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ആലോചിച്ച് വിഷമിക്കരുണ്ട. മുന്നോട്ടുള്ള അവസ്ഥയിൽ നിങ്ങളെ ഇവിടെ ഞാൻ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരുടെയും സെൻട്രലിൽ നിങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ഒരിക്കലും നിങ്ങൾ വിഷമിക്കരുത്. ഇവിടെ ഇനി ആൾക്കാർ നിങ്ങളെ കോപ്പി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ഏത് രീതിയിലുള്ള വസ്ത്രം ധരിക്കുന്നോ ആൾക്കാർ അതേ രീതിയിലുള്ള വസ്ത്രം ധരിക്കും. നിങ്ങൾ ഏത് രീതിയിലുള്ള ചപ്പൽ ധരിക്കുമോ അവർ അതേപോലെ ചപ്പൽ ധരിക്കും. കാരണം നിങ്ങൾ അത്രമാത്രം പ്രഭാവിതരായിട്ടുള്ളൊരു വ്യക്തിയായി മാറുന്നതാണ് സമൂഹത്തിൽ. ഇവിടെ നിങ്ങളുടെ ആ ഒരു സംസാര രീതി അതുപോലും ആൾക്കാർ കോപ്പി ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്തോ നല്ല ഒരു കാര്യം നിങ്ങളിലുണ്ട്, അതുകൊണ്ടാണ് ആൾക്കാർ നിങ്ങളെ കോപ്പി ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി അത്ര പ്രഭാവിതമാണ്. മറ്റുള്ളവർ ഭയങ്കരമായിട്ട് നിങ്ങളിൽ പ്രഭാവിതം ചെലുത്തുന്നു. കാരണം നിങ്ങൾ ചുമ്മാ ഒരിടത്ത് പോയി നിന്നാൽ പോലും എന്തെങ്കിലും കാര്യം പറഞ്ഞ ആൾക്കാർ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ വരും. ഒന്നുമില്ലെങ്കിൽ സമയം എത്ര ആയെന്നെങ്കിലും ചോദിച്ച് നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം അവർക്ക് അത്രമാത്രം ഒരു പ്രഭാവം നിങ്ങളിൽ തോന്നുന്നത് കൊണ്ടാണ് അവർ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത്. ചില ആൾക്കാർ നിങ്ങളെ മനഃപൂർവ്വമായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കും നിങ്ങളെ കോപ്പി ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇവർ എന്നെ കോപ്പി ചെയ്യുന്നതെന്ന്. അത് നിങ്ങൾ അതുകൊണ്ട് അഭിമാനിക്കുകയാണ് ചെയ്യേണ്ടത്. കാരണം അവർ നിങ്ങളെ കോപ്പി ചെയ്യുന്നുണ്ടല്ലോ എന്നാലോചിച്ച് അഭിമാനിക്കുക. നിങ്ങളിൽ എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് അവർ നിങ്ങളെ കോപ്പി ചെയ്യുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങൾ സെൻട്രൽ വരിക തന്നെ ചെയ്യും. നെയിം ഫെയിം നിങ്ങൾക്ക് ഒത്തിരി ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത്രയും നാൾ ഈ ഒരു ലോകത്തിന് നിങ്ങളെ അറിഞ്ഞൂടായിരുന്നു, പക്ഷേ ഇനി ഈ ലോകത്തിലുള്ളവർ നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ ആ ഒരു കർമ്മത്തിലൂടെ നിങ്ങളെ ആൾക്കാർ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒത്തിരി ആൾക്കാരുമായിട്ടൊരു കാണലും സംസാരമൊന്നും നിങ്ങളുടെ കൂടെ സംഭവിച്ചിട്ടില്ല, പക്ഷേ ഇനി അങ്ങോട്ട് ഇതെല്ലാം സംഭവിക്കുന്നതാണ്.
നിങ്ങളുടെ ബന്ധത്തിലുള്ളവരുടെ കല്യാണത്തിന് പോലും നിങ്ങൾ അധികം പങ്കെടുക്കാറില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ആൾക്കാർ നിങ്ങളെ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധ്യത. നിങ്ങളെല്ലാവരുടെയും കണ്ണിലൊരു എന്താ പറയുക, ഇവരിൽ എന്തോ ഉണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നുന്ന രീതിയിലൊരു കണക്ഷൻ നിങ്ങളുമായിട്ട് ആൾക്കാർക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഇൻട്രോവേർട്ട് പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ കല്യാണത്തിനൊന്നും അധികം പോവാതെ ആൾക്കാരുമായിട്ട് കൂടുതലായിട്ട് ഇടപെടാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ്. പക്ഷേ ആൾക്കാർ നിങ്ങളിൽ കൂടുതലായിട്ട് പ്രഭാവിതരാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന സമയം അങ്ങനെ എന്തെങ്കിലും കല്യാണമോ എന്തെങ്കിലും ഉണ്ടാവും. അങ്ങനെ നിങ്ങൾ അവിടെ പോകും. അവിടെ പോകുമ്പോൾ എല്ലാവരുടെയും കണ്ണുകളും നിങ്ങളുടെ നേർക്കായിരിക്കും. ഇനി ദൈവം പറയുന്നത്, നിങ്ങളുടെ കൂടെ ആരാണോ തെറ്റായിട്ടുള്ള കർമ്മം ചെയ്തത് അവരെ ദൈവം ഒരിക്കലും വെറുതെ വിടാൻ പോകുന്നില്ല. അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ് വരുന്നതുവരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.